നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ BA എക്കണോമിക്സ് ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ തേർഡ് ചാപ്റ്റർ ആണ്. തേർഡ് ചാപ്റ്റർ അൽജിബ്രിക് ഓപ്പറേഷൻസ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് അൽജിബ്രിക് എക്സ്പ്രഷൻ എന്താ എന്നാണ്. അൽജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ അൽജിബ്രിക് എക്സ്പ്രഷൻ? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സിംബിൾസ് ആൻഡ് ടേംസ് that can be evaluated, manipulated and simplified using algebraic rules. അതായത് നമ്മൾ അൽജിബ്രിക് റൂൾസ് യൂസ് ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സിംബിൾസ് ആൻഡ് ടേംസിന്റെ ഒരു കോമ്പിനേഷനെയാണ് അൽജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ആൻ എക്സ്പ്രഷൻ ഇൻ വിച്ച് ഇൻറ്റജർ, കോൺസ്റ്റൻസ്, വേരിയബിൾസ് ആൻഡ് അൽജിബ്രിക് ഓപ്പറേഷൻസ്, അതായത് അഡീഷൻസ്, subtraction, division and multiplication is called algebraic expression. For example, 3x plus 3y, 4x minus 10 ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് വരുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് എന്താണ് അൽജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ്. രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ട് 3x minus 5 when x equal to 8. Second question, 7x minus 2 into 5x plus 7 when x equal to 3. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. കാണിച്ചു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 3x minus 5. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 3x minus 5. 3x minus 5 ഇതിലെ x എന്ന് പറയുന്നത് when x equal to 8. x equal to 8. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? 3 into x എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. അപ്പോ 8 മൈനസ് 5 ഈക്വൽ ടു ഇങ്ങനെ എഴുതാ 3 into 8 മൈനസ് 5. 3 8 എത്രയാണ്? 3 8 24 or മൈനസ് 5 ഈക്വൽ ടു എത്രയാണ് ആൻസർ വരിക? 19. അപ്പോൾ നമ്മുടെ ആൻസർ ആണ് 3x minus 5 when x equal to 8 എന്നതിന്റെ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ ആണ് 19 എന്ന് പറയുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ് 7x മൈനസ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് 7x minus 2 into 5x plus 7 into 5x plus 7. ഓക്കെ, 5x plus 7 when ഇവിടെ x എന്ന് പറയുന്നത് എന്താണ്? x equal to 3. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. x equal to എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ 7 into 3 minus 2 into 5 into 3 plus 7. ഓക്കെ, ഇതെങ്ങനെ എങ്ങനെ ചെയ്യാം? 21 മൈനസ് 2 ഇൻറ്റു 15 പ്ലസ് 7. ഓക്കെ, നമുക്ക് എങ്ങനെ കിട്ടും? 19 ഇൻറ്റു എത്ര കിട്ടും? 15 പ്ലസ് 7 22. ഓക്കെ, 22 ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 418 എങ്ങനെ കിട്ടും? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് 7x minus 2 into 5x plus 7 ചെയ്യുമ്പോൾ 418 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? അൽജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഇനി അൽജിബ്രിക് ഓപ്പറേഷൻസ് എന്താന്ന് നോക്കാം. അൽജിബ്രിക് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേഷൻസ് സച്ച് ആസ് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ബിറ്റ്വീൻ 2 or more algebraic expressions is called algebraic operations. ഇനി ഇതിനെ കുറിച്ച് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ, ഓപ്പറേഷൻ ചെയ്യാൻ കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്. കുറച്ച് ഓർഡേഴ്സ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാണ് അത്? ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് 4 ഓർഡേഴ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, പെർഫോം ആൾ ഓപ്പറേഷൻസ് വിത്തിൻ എ പാരന്തസിസ്. രണ്ടാമത്തെയാണ് കമ്പ്യൂട്ട് എനി സ്ക്വയർ ഓർ പവേഴ്സ്. Third one, find multiplication and division working left to right. Last one, find addition and subtraction and working from left to right. Okay. ഇനി നമുക്ക് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എങ്ങനെയാണ്? ഫൈൻഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ഇതേപോലെ തന്നെയാണ് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്, അതിന്റെ സൊല്യൂഷൻ കാണാനാണ്. ഇക്വേഷൻ ആണ്
1 plus equation ആണ് 1 plus 2 minus x 1 plus 2 minus x 2 minus x plus y divided by ഈ y minus 1 ഇതാണ് ഇക്വേഷൻ തന്നിട്ടുള്ളത്. ഇതിൽ x എന്താണെന്നും y എന്താണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. x equal to 1 ഇവിടെ x equal to 1 and y equal to 2 ഇങ്ങനെയാണ് എന്ത് തന്നിട്ടുള്ളത്, വാല്യൂസ് തന്നിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. അതായത് 1 plus 2 minus x എത്രയാണ് 1 plus y എത്രയാണ് 2 2 minus 2 minus 1. ഓക്കെ, ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരാം, 1 plus 2 എന്ന് 1 പോയാൽ 1 plus 2 എന്ന് 1 പോയാൽ എത്ര ആവും 1, അതായത് 2 ഈക്വൽ ടു എത്ര ആൻസർ വരും 4. ഓക്കെ, നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. A bicycle repair shop had a profit of 600 for the month of June 2020. Next, and a loss of 300 for the month of June 2021. What is the profit of the shop from June 2020 to 21? എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഒരു ബൈസിക്കിൾ റിപ്പയർ ഷോപ്പാണ്. അതിൽ 2020 ജൂണിൽ അവരെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 600 ആണ്. എന്നാൽ 2021 ജൂണിൽ എത്തിയപ്പോൾ അവരെ ലോസ് എന്ന് പറയുന്നത് 300 ആണ്. അപ്പം 2020 to 21 വരെ അവരുടെ പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് 2020യിലെ പ്രോഫിറ്റിനെ നമ്മൾ P1 എന്നും 2021ലെ പ്രോഫിറ്റിനെ P2 എന്നും കൺസിഡർ ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ P1 എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 600 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ P2 എന്ന് പറയുന്നത് എന്താണ്, P2 എന്ന് പറയുന്നത് 2021ലെ പ്രോഫിറ്റ്. 2021ലെ ലോസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 300. അപ്പൊ പ്രോഫിറ്റ് ആകുമ്പോൾ ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ -300 ആണ് P2 എന്ന് പറയാം. ഇനി നെറ്റ് പ്രോഫിറ്റ് ആണ് കാണാൻ പറഞ്ഞത്, അതായത് ടോട്ടൽ പ്രോഫിറ്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റ് ഈക്വൽ ടു P1 പ്ലസ് P2. അതായത് ഈ പ്രോഫിറ്റും കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റും ഈ വർഷത്തെ പ്രോഫിറ്റും ആഡ് ചെയ്താൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അതായത് 600 പ്ലസ് മൈനസ് 300 ഈക്വൽ ടു 300. അപ്പൊ നമ്മളെ ആൻസർ എത്രയാണ്, ആൻസർ 300. അതായത് നമ്മൾ 2020 to 21ലെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 300 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ അൽജിബ്രിക് എക്സ്പ്രഷനിലുള്ള അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്, മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എങ്ങനെ ചെയ്യണം, അതേപോലെ തന്നെ ഡിവിഷൻ വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് അൽജിബ്രിക് എക്സ്പ്രഷൻസ്. അൽജിബ്രിക് എക്സ്പ്രഷനിലെ അഡീഷനും സബ്സ്ട്രാക്ഷനും വരുമ്പോൾ എങ്ങനെ ചെയ്യണം, അതിന് കുറച്ച് സ്റ്റെപ്സ് ആളുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡന്റിഫൈ ദ ലൈക്ക് ടേംസ്. സെക്കൻഡ്, ലൈക്ക് ടേംസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് or subtract the coefficient of like terms, and last stage ആണ് write the resulting expressions with the added or subtracted coefficient. നമുക്ക് എക്സാമ്പിൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെക്കണം. 2x സ്ക്വയർ പ്ലസ് 5x ആഡ് ഇതിലൂടെ ഈ ഒരു ഇക്വേഷനിലൂടെ 3x സ്ക്വയർ മൈനസ് 2x ആഡ് ചെയ്യണം. ഈ ഒരു 2x സ്ക്വയർ പ്ലസ് 5xന്റെ കൂടെ 3x സ്ക്വയർ മൈനസ് 2x ആഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യണ്ടേ, നമ്മൾ ഇങ്ങനെ ചെയ്താൽ 2x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 3x സ്ക്വയർ മൈനസ് 2x. ഓക്കെ, അപ്പൊ നമ്മൾ x സ്ക്വയറും ആദ്യം കൊണ്ടുവരാം. 2x സ്ക്വയർ പ്ലസ് 3x സ്ക്വയർ പ്ലസ് 5x മൈനസ് 2x. ഇങ്ങനെയാണ് അഡീഷന്റെ കേസിലും. അതേപോലെ സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ ഇവിടെ മൈനസ് ആവും വരിക, അത്ര ഡിഫറൻസേ ഉള്ളൂ. അങ്ങനെയാണ് അഡീഷന്റെയും അതേപോലെ സബ്സ്ട്രാക്ഷന്റെയും കേസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മൾട്ടിപ്ലിക്കേഷന്റെ കേസാണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് അൽജിബ്രിക് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അൽജിബ്രിക് എക്സ്പ്രഷൻസ്. അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡിസ്ട്രിബ്യൂട്ട് ഈച്ച് ടേം ഇൻ ദ ഫസ്റ്റ് എക്സ്പ്രഷൻ ബൈ ഈച്ച് ടേം ഇൻ ദ സെക്കൻഡ് എക്സ്പ്രഷൻ. സെക്കൻഡ് സ്റ്റെപ്പാണ് മൾട്ടിപ്ലൈ
multiply the coefficients and add the exponents of variables according to the rule of exponents. മൂന്നാമത്തെ സ്റ്റെപ്പാണ് combine the resulting terms and that have the same variables and exponents. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ അൽജിബ്രയിൽ നടക്കുന്നത് ചോദിച്ചാൽ ഫസ്റ്റ് നമുക്ക് എക്സാമ്പിൾ ആണ് 2x plus 3 into x plus 2. 2x plus 3 into x plus 2 എങ്ങനെ ചെയ്യണം? ഈ ഒരു സംഭവത്തിലെ എല്ലാത്തിനെയും ഈ ഒരു രണ്ടാമത്തെ ബ്രാക്കറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2x into x equal to 2x square plus 2x into 2 4x okay 2x into 2x 4x plus 3 into x 3x plus 3 into 2 6 ഓക്കെ. എങ്ങനെയാണ് എന്തിൽ വരിക? മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിവിഷന്റെ കേസ് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഡിവിഷന്റെ കേസിൽ അൽജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചാൽ ഡിവിഷൻ ഓഫ് അൽജിബ്രിക് എക്സ്പ്രഷൻസ് ഫസ്റ്റ് സ്റ്റേജ് ആണ് ടേക്ക് ദ ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ ഡിവിഡൻഡ് സെക്കൻഡ് ആൻഡ് ഡിവൈഡ് ദ ഡിവിഡൻഡ് ബൈ ദ ഡിവൈസർ ആൻഡ് റൈറ്റ് ദ കറസ്പോണ്ടിങ് കോഷ്യൻ അറ്റ് ദ ടോപ്പ്. തേർഡ് സ്റ്റെപ്പ് ആണ് സബ്സ്ട്രാക്ട് ദ പ്രൊഡക്റ്റ് ഓഫ് ദ കോഷ്യൻ ആൻഡ് റിസൾട്ട് റൈറ്റ് ബിലോ ദ റിമൈനിങ് എക്സ്പ്രഷൻസ്. ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് bring down the next original of the dividend. Bring down the next digit of the dividend. Usually normally dividend higher ഡിഗ്രിയും അതേപോലെ തന്നെ ഡിവൈസർ എന്ന് പറയുന്ന ലോവർ ഡിഗ്രി ആയിരിക്കും. ഇതിൽ എന്താണ് ഡിവിഡൻഡ്, എന്താണ് ഡിവൈസർ, എന്താണ് കോഷ്യന്റ് എന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ 50 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു എത്രയാണ്? 10 ആണ് വരിക. ഈ 50 എന്നുള്ളത് ഡിവിഡൻഡ്, ഇതാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്, ഇതാണ് ഡിവൈസർ എന്ന് പറയുന്നത്, ഇതാണ് കോഷ്യൻ എന്ന് പറയുന്നത്, ഓക്കെ. അപ്പം ഇത് ഡിവിഡൻഡ്, ഇത് ഡിവൈസർ, ഇത് കോഷ്യൻ. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻ ചെയ്ത് കണ്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സബ്സ്ട്രാക്ട് 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ഫ്രം 3x സ്ക്വയർ മൈനസ് 5x മൈനസ് 1. അതായത് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതാം. 3x സ്ക്വയർ മൈനസ് 5x മൈനസ് 1 ഈ ഒരു ഇക്വേഷനിൽ നിന്നും 2x സ്ക്വയർ പ്ലസ് മൈനസ് 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 എന്നുള്ളത് സബ്സ്ട്രാക്ട് ചെയ്യണം, അതായത് മൈനസ് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യാം? 3x സ്ക്വയറിന് 2x സ്ക്വയർ മൈനസ് ചെയ്താൽ എത്ര വരും? x സ്ക്വയർ മൈനസ് 5x മൈനസ് 3x എത്ര വരും? മൈനസ് 8x മൈനസ് 1 മൈനസ് 2 മൈനസ് പ്ലസ് 2 ഈക്വൽ ടു എങ്ങനെ വരിക? മൈനസ് 3. ഇതാണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, ആദ്യം ഓരോ സംഖ്യനെയും ഓരോന്നുകൊണ്ടും മൈനസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ x സ്ക്വയർ മൈനസ് 8x മൈനസ് 3 എന്നുള്ളത് വരും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഡിവിഷന്റെ കേസ് നോക്കാം. അഡീഷൻ ആണെങ്കിലും സബ്സ്ട്രാക്ഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും വലിയ ഡൗട്ട്സ് ഉണ്ടാവില്ല. ഈ ഡിവിഷന്റെ കേസ് ഒന്ന് നോക്കൂ. ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യാം? അപ്പം ഡിവിഷന്റെ കേസിൽ question divide 4x square minus 5x minus 21 by x minus 3. അതായത് ഈ ഒരു ഇക്വേഷനെ ഞാൻ എഴുതി കാണിച്ചു തരാം. 4x square minus 5x minus 21 ഇതിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? x minus 3. ഈ x മൈനസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 4x സ്ക്വയർ മൈനസ് 5x മൈനസ് 21നെ x മൈനസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ വെച്ചാൽ ആദ്യം നമ്മൾ ഫസ്റ്റ് ഡിജിറ്റ് കൺസിഡർ ചെയ്യുക. ഈ 4x സ്ക്വയറിൽ എത്ര x ഉണ്ട് നോക്കാം. 4x. അപ്പോൾ 4x ഇൻറ്റു എക്സ് 4x സ്ക്വയർ 4x ഇൻറ്റു 3 എത്ര വരിക? മൈനസ് 12x. നമ്മളത് ഇത് ചെയ്യുമ്പോൾ ഇതും വെട്ടിപ്പോകും. അപ്പോൾ ഇവിടെ 0. പിന്നെ -5 മൈനസ് ഈ ഒരു ഇതിന്ന് ഈ ഒരു -12 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7x. നമുക്ക് ഇത് ഇറക്കിയിടാം. -21. 7xൽ എത്ര x ഉണ്ട്? 7x ഉണ്ട് പ്ലസ് 7. അപ്പം 7 ഇൻറ്റു x 7x
മൈനസ് 7 ഇൻറ്റു -3 21 എന്താവും 0 കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് 4x² മൈനസ് 5x മൈനസ് 21 ഡിവൈഡഡ് ബൈ x മൈനസ് 3 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 4x പ്ലസ് 7 4x പ്ലസ് 7 എന്നാണ് ആൻസർ കിട്ടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ 4x പ്ലസ് 7 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് പറയാണ്ട്. നമ്മൾ ഇതിന് മുന്നേ പഠിച്ച ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, അതേപോലെ ക്ലോഷർ പ്രോപ്പർട്ടി. ആ ഒരു സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസ് ഓഫ് അൽജിബ്രിക് എക്സ്പ്രഷൻസ്. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ക്ലോഷർ പ്രോപ്പർട്ടി. എന്താണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ടു അൽജിബ്രിക് എക്സ്പ്രഷൻസ് ഈസ് ആൻ അൽജിബ്രിക് എക്സ്പ്രഷൻ. അതായത് രണ്ട് അൽജിബ്രിക് എക്സ്പ്രഷന്റെ സമ്മ് അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷന് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് ക്ലോഷർ ആണ് എന്ന് പറയാം. ക്ലോഷർ ആണ് എന്ന് പറയാം. അതായത് അൽജിബ്രിക് എക്സ്പ്രഷൻസ് സമ്മും പ്രൊഡക്റ്റും ഓഫ് ടു അൽജിബ്രിക് എക്സ്പ്രഷൻസ് ഈസ് ക്ലോസ്ഡ് വിത്ത് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻസ്. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? റിയൽ നമ്പേഴ്സ് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. റിയൽ നമ്പറുടെ അഡീഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. നമ്മൾ a+b വെച്ചാണ് ചെയ്യുകയാണെങ്കിൽ a+b ഈക്വൽ ടു b+a. അതേപോലെ തന്നെ a ഇൻറ്റു ബി ഈക്വൽ ടു b ഇൻറ്റു a. ഇത് സെയിം ആണ്, സെയിം റിസൾട്ട് ആണ് എന്നാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയിൽ പറയുന്നത് അസോസിയേറ്റ് a ഇൻറ്റു b+c ഈക്വൽ ടു a+b പ്ലസ് c. അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷന്റെ കേസ് വരുമ്പോൾ a ഇൻറ്റു b+c ഈക്വൽ ടു a+b ഇൻറ്റു c. ഇത് രണ്ടും ഈ ഒരു a+b+c ഈക്വൽ ടു a+b പ്ലസ് c. ഇത് രണ്ടും ഇക്വേഷൻ സെയിം ആണ്, പ്രൊഡക്റ്റ് സെയിം ആണ് കിട്ടുക എന്നാണ് പറയുന്നത്. ഏതില്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയിൽ. ലാസ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോന്റെ എലമെന്റ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാല് അപ്പൊ നമ്മൾ എഴുതാം a ഇൻറ്റു b+c. ഇതിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരാം? ഈ a-നെ b കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം, a-നെ c കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ab പ്ലസ് ac. ഓക്കെ, ഇപ്പൊ നമ്മള് a+c a ഇൻറ്റു b+c എന്നാണെങ്കിൽ, അല്ലെങ്കിൽ a+b c എന്നാണെങ്കിൽ a ഇൻറ്റു c പ്ലസ് b ഇൻറ്റു c. ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിൽ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിൽ പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ വെച്ചാണ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആണ് എക്സ്പാൻഡ് യൂസിങ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് a ഈക്വൽ ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 4 ഇൻറ്റു 2x പ്ലസ് 3. 4 ഇൻറ്റു 2x പ്ലസ് 3. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എങ്ങനെ? ഈ ഒരു 4-നെ 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 4-നെ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2 4 8x പ്ലസ് 12. ഓക്കെ, ഇതിന്റെ ആൻസർ വരിക 8x പ്ലസ് 12 എന്നാണ്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ് b ഈക്വൽ ടു 9x മൈനസ് y ഇൻറ്റു 8. ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 8-നെ 9x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതേപോലെ തന്നെ 8-നെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും ആൻസർ? 8 ഇൻറ്റു 9 72x കിട്ടും. 8 ഇൻറ്റു മൈനസ് y. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ് വരിക, 72x മൈനസ് 7 മൈനസ് y. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മൈനസ് 3x പ്ലസ് 2y. ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. മൈനസ് 3x പ്ലസ് 2y. ഇതിന് നമുക്ക് എന്താ? മൈനസ് എന്ന് പറയുമ്പോൾ -1 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? -1 ഇൻറ്റു 3x. അതായത് -3x മൈനസ് ഇൻറ്റു -2y എങ്ങനെ വരും? -2y.
ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ വരും? ആൻസർ -3x - 2y എന്നാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്താണ്, അൾജിബ്രിക് ഓപ്പറേഷൻ എന്താണ്, മൾട്ടിപ്ലിക്കേഷന്റെയും അതേപോലെ തന്നെ ഡിവിഷന്റെയും അഡീഷന്റെയും സബ്സ്ട്രാക്ഷന്റെയും കേസിൽ എങ്ങനെയൊക്കെയാണ് അൾജിബ്രിക് എക്സ്പ്രഷനിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും പഠിച്ചു. പിന്നെ അതേപോലെ അൾജിബ്രിക് എക്സ്പ്രഷനിൽ വന്നിട്ടുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ചും പഠിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് യൂണിറ്റ് ആയിട്ട് കാണാം. താങ്ക് യു.